അപ്പോൾ ഫൈനലി നമ്മളിത് ഒരു ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വിഷ്വൽസും കൂടി ഉണ്ടാവും നമ്മുടെ ചാനലിൽ. DJIൻ്റെ മാവിക് മിനിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് DJI Mini-2 എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. ബോക്സിൻ്റെ മുകളിലും DJI Mini-2 എന്നാണ് എഴുതിയിട്ടുള്ളത്. ബോക്സിൽ തന്നെ നമ്മൾ തുറന്നാടുന്ന നമുക്കൊരു ഷോൾഡർ ബാഗിലാണ് ഇത്രയും ഐറ്റംസ് കിടക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് സീൽ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാഗാണെങ്കിൽ നല്ല ക്വാളിറ്റി ബാഗാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ബാഗ് തന്നെയാണിത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. ഈ ബാഗിൽ തന്നെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇവരെത്രത്തോളം സേഫായിട്ടാണ് സാധനങ്ങളെല്ലാം വെൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ബാഗാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലൈമോർ കോമ്പോൻ്റെ കൂടെ എക്സ്ട്രാ പ്രോപ്പലേഴ്സാണ് നമുക്ക് ആദ്യം തന്നെ ബാഗ് തുറന്നപ്പോൾ കിട്ടിയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ, പിന്നെ അതിൻ്റെ ജോയ്സ്റ്റിക്ക്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. പിന്നെ നമ്മുടെ മെനു കാർഡ്, പിന്നെ ഇൻസ്ട്രക്ഷൻസ്, അതൊക്കെ നല്ല വെൽ പാക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററി, പവർ ചാർജിങ് ഹബ്ബ്, ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇവർ എനിക്ക് ഇതിൻ്റെ പാക്കിംഗ് ആണ് എനിക്ക് അതിശയം തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോണിൻ്റെ കൂടെ കണ്ടോ ഒരു ചെറിയൊരു സ്ട്രാപ്പ് പോലെ വെച്ചിരിക്കുന്നത്. ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം. ഇതിന് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതിങ്ങോട്ട് റിമൂവ് ചെയ്യാം. നമുക്ക് ഈ ബട്ടൺ ഇത് ശരിക്കും എന്തോ ഒരു മെറ്റീരിയലാണ്, ഫുള്ള് പ്ലാസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിയത്തൊന്നുമില്ല കേട്ടോ. ഇത് സംഭവം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ പ്രൊപ്പലേഴ്സ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇത് വരുന്നുണ്ട്, എന്താണ് ഗിംബൽ കവർ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 കേബിൾ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ ഫോണും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. C ടൈപ്പ് ചാർജ് ചെയ്യാം, മൈക്രോ USB-യുടെ ചാർജ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഒരു കേബിൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് മാറ്റാം നല്ല ഈസി ആയിട്ട്. ഇത് കണ്ടോ, ഒരു കേബിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് C ടൈപ്പ് കേബിളാണ്. പിന്നെ കാണിച്ചല്ലോ ഇത് 2 എക്സ്ട്രാ ഉള്ള കേബിൾ, മൈക്രോ USB ആൻഡ് ഐഫോൺ. അങ്ങനെ 3 കേബിളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. പിന്നെ ഈ ഒരു സംഭവം വെച്ച് നമുക്ക് മൊബൈൽ ഇതിൽ തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കേബിൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സംഭവം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, DJIയുടെ ആപ്പ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കേബിൾ നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ വെക്കാൻ പറ്റും നമുക്ക്. അതിനുള്ള അടിപൊളി സെറ്റപ്പാട്ടെ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ടോ സംഭവം പൊളിയ സംഭവം. ഇത് കണ്ടോ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് കൂടിയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഇതും ചാർജ് ചെയ്യണം, നമ്മുടെ ഈ ബാറ്ററിയുടെ ഈ സംഭവം ചാർജ് ചെയ്യേണ്ടതാണ്. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ 3 ബാറ്ററി നമുക്ക് സെയിം ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഹബ്ബാണിത്. ഇതൊരു 2-വേ പവർ ചാർജിങ് ഹബ്ബാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് DJI Mini-2 2-വേ ചാർജിങ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇന്നും ഉണ്ട് ഔട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബാറ്ററി നമുക്ക് സെയിം ടൈം നമുക്ക് ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ബാറ്ററി ഏകദേശം 20-25 മിനിറ്റ് നിൽക്കുന്നുണ്ട്. കമ്പനി 31 മിനിറ്റാണ് ഇത് ഡ്രോണിൻ്റെ ഇത് പറയണത്. ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അവർ അലേർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രോണിൻ്റെ ഇത് കണ്ടോ, നമുക്ക് സ്ക്രൂ ഒക്കെ നമുക്ക് ഈസിലി അഴിച്ചിട്ട് നമുക്ക് പ്രൊപ്പലേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് നമുക്ക് കിട്ടിയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ വെച്ചാൽ ക്യാമറയുടെ കവർ, അത് ഇവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ തന്നിരിക്കുന്നത്. ക്യാമറയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ എടുക്കാനും നമുക്കിത് സാധിക്കും. കണ്ടോ ഇതിൽ ഇത്തിരി പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ക്യാമറയുടെ ഇതിൻ്റെ മുകളിൽ പോലും ഇവരിവിടെ 4K എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കണ്ടോ ശരിക്കും ഇത് എന്താ പറയണ്ട നല്ല ഒരു ഗിംബൽ ടൈപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും ചേഞ്ച് ആവും സാധനം. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസം കാണാം നമുക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ മാത്രമാണ്. ഇതുണ്ട് അതിൻ്റെ പൊടിയാണ് ഈ കിടക്കുന്നത് കംപ്ലീറ്റ്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം വൃത്തിക്ക്. ഇതുണ്ട് ഈ സംഭവം ശരിക്കും നല്ലപോലെ അനങ്ങുന്നുണ്ട്. ഇത്
ഇതൊന്ന് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി പോരും. പിന്നെ ഈ ബാറ്ററി 3 ഞാൻ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററീസാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഓപ്പണായി. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ബാറ്ററി ഇട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിവർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ ഒരു രൂപത്തിലുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ഓണാക്കാം. ഇത് കണ്ട് ഈ ഒരു ലൈറ്റ് കത്തുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഓണാന്നുള്ളതിൻ്റെയാണ് പ്രൂഫ്. ഇത് നമ്മുടെ മൊബൈലിൽ ഈ ഒരു DJI Fly എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് DJIയുടെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിലിങ്ങനെ ലൊക്കേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ DJI Mini-2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട്. നോ ബാറ്ററി റിക്വസ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വേറെ നോട്ടിഫിക്കേഷൻ വന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ടോ ഗോ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈല്, സ്കൈ പിക്സൽ, ആൽബം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈല് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സംഭവങ്ങളെല്ലാം. അപ്പോൾ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൈ പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൈഫൈ വേണം. പിന്നെ ആൽബത്തിൽ നമ്മൾ SD കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഒരു മൈക്രോ SD കാർഡ്, നമ്മുടെ മെമ്മറി കാർഡ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു DJI Mini-2ൻ്റെ കോംബോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഷറഫ് DJI എന്നാണ്. 2090 ദിർഹംസ് ആയത് ഈ ഒരു ഫുള്ള് കോംബോ. അപ്പോൾ കോംബോയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതായിരിക്കും മനസ്സിലായല്ലോ. നമ്മുടെ ഡ്രോൺ ഉണ്ട്, അതിലൊരു സ്ട്രാപ്പ്, പിന്നെ ഇതുപോലത്തെ 3 കേബിൾ ഉണ്ട്. അതായത് നമ്മുടെ C ടൈപ്പ്, ഐഫോണ്, പിന്നെ മൈക്രോ USB 3 ചാർജ് ചെയ്യാനുള്ളത്, പിന്നെ സ്ക്രൂ ഡ്രൈവർ എക്സ്ട്രാ, പിന്നെ ജോയ്സ്റ്റിക്കിൻ്റെ ഇത് ഉണ്ടോ ഈ സംഭവം എക്സ്ട്രാ സ്പെയർ ആണ്, പിന്നെ പ്രോപ്പലേഴ്സ്. മെമ്മറി കാർഡ് മാത്രമേ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടി. ഇത് കണ്ടോ 3 ബാറ്ററി, പിന്നെ അത് ചാർജ് ചെയ്യാനുള്ള ഹബ്ബ്, പിന്നെ ഈ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ എല്ലാ സെറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു DJI Mini-2 വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ UAEയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞെന്നാണ് ചോദിച്ചപ്പോൾ ഡ്രോൺ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്താ പറയുക ഡ്രോൺ രജിസ്റ്റർ ചെയ്യാനുള്ളവർക്ക് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ രജിസ്ട്രേഷൻ പൈസയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കറിയാം റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നമ്മളിതൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കിക്കണ്ടും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എയർക്രാഫ്റ്റ്, ഷോൾഡർ ബാഗ്, സ്ക്രൂ ഡ്രൈവർ, റിമോട്ട് കൺട്രോളർ, RC കേബിൾ 3 കൊടുത്തിട്ടുണ്ട്, സ്പ്രെയർ പോപ്പലേഴ്സ്, പിന്നെ ഫ്ലൈറ്റ് ബാറ്ററി, USB-C, മാനുവൽസ്, 2-way ചാർജിങ് ഹബ്ബ്, സ്പെയർ കൺട്രോൾ സ്റ്റിക്ക്, സ്പെയർ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ DJIയുടെ ആപ്പ് ഈ 2 ഇതിലും കിട്ടുന്നുള്ളത്. ആപ്പ് സ്റ്റോറിലും ഗൂഗിളിലും കിട്ടുന്നുള്ളത്. പിന്നെ iMovie ആൻഡ് ഫൈനൽ കട്ട് പ്രോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത്. ഫാസ്റ്റ് റിപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആകെ 249 ഗ്രാമേ ഉള്ളൂ സംഭവം. എന്തായാലും സംഭവം പൊളിയാണ്. കാരണം നമുക്ക് ആ ഒരു റേഞ്ചിന് 3 സാധനങ്ങൾ നമുക്ക് കിട്ടിയത് ശരിക്കും എനിക്ക് വന്ന നല്ല ലാഭം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 4K ആണ് സപ്പോർട്ട് ക്യാമറ, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷ്വൽസിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. തുടർന്നും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് അടുത്ത ദിവസം തന്നെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.